പ്രായമുള്ള ആളുകളിൽ പ്രത്യേകിച്ച് അസുഖമൊന്നും ഇല്ലെങ്കിൽ പോലും ഈ കൊളസ്ട്രോളും ഷുഗറും ഒക്കെ ചെക്ക് ചെയ്യുന്നത് കൂടാതെ പിന്നീട് ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ വരാൻ സാധ്യതയുള്ള പല അസുഖങ്ങളും പ്രതിരോധിക്കാനായി മറ്റ് ചില ടെസ്റ്റുകൾ കൂടി ആവശ്യമുണ്ട്. സ്പെഷ്യാലിറ്റി ചെക്കിങ് അല്ലേ, പ്രത്യേകിച്ച് നമ്മുടെ ഹൃദയ സംബന്ധമായ അസുഖങ്ങളുണ്ടോ, അതല്ലെങ്കിൽ മറ്റ് തലച്ചോറുമായി ബന്ധപ്പെട്ടതോ കരളുമായി ബന്ധപ്പെട്ടതോ വൃക്കയുമായി ബന്ധപ്പെട്ട അസുഖങ്ങളോ. പലപ്പോഴും ഇത് കണ്ടുപിടിക്കുന്നത് ലേറ്റായിട്ടാണ്. ഇതൊക്കെ എങ്ങനെയാണ് നേരത്തെ കണ്ടുപിടിക്കാം എന്ന് കൂടി ഒന്ന് പറയാം. നമ്മൾ ജനറ്റിക്കായിട്ട് അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് നമുക്കൊരു ഹിസ്റ്ററി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് കുറച്ചുകൂടി ഫോക്കസ് ആയിട്ട് ചിന്തിക്കും. ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ സാധാരണ രീതിയിൽ ഈ ടെസ്റ്റൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് സത്യം. അത് ഡോക്ടേഴ്സിന് സംസാരിച്ചിട്ട് അവർ ഫുൾ ഫിസിക്കൽ ഹിസ്റ്ററിയും എക്സാമിനേഷനൊക്കെ എടുത്തതിന് ശേഷമാണ് ഡിസൈഡ് ചെയ്യേണ്ടത് ഏത് ടെസ്റ്റാണ് ആവശ്യമില്ലാത്തതെന്നുള്ളത്. ഇപ്പോൾ സ്ട്രോങ് മെഡിക്കൽ ഹിസ്റ്ററി ഉണ്ടെങ്കിൽ നമ്മൾ സ്ത്രീകളോട് മാമോഗ്രാം ചെയ്യാൻ പറഞ്ഞു വരും. പാപ്സ്മിയർ, ഈ ഗർഭപാത്രത്തിൻ്റെ അടുത്തുള്ള ഭാഗത്തെ ക്യാൻസർ എന്ന് അറിയാൻ വേണ്ടി പാപ്സ്മിയർ നമ്മൾ റെക്കമെൻഡ് ചെയ്യാറുണ്ട്. ഇതൊക്കെ റുട്ടീൻ ടെസ്റ്റാണ്. പക്ഷേ സ്പെഷ്യൽ ടെസ്റ്റായിട്ട് നമ്മൾ ചിലപ്പോൾ കൊളോണോസ്കോപ്പി ചെയ്യാൻ പറഞ്ഞു തരും. അത് മെഡിക്കൽ ഗാസ്ട്രോഎൻട്രോളജിസ്റ്റിൻ്റെ അടുത്തേക്ക് അയച്ചിട്ട് അവർ ഒന്നുകൂടി അസസ് ചെയ്തിട്ട് അതിൻ്റെ നീഡ് അനുസരിച്ചാണ് അത് ഡിസൈഡ് ചെയ്യുക. പിന്നെ സാധാരണ രീതിയിൽ റുട്ടീനായിട്ട് നമ്മൾ തലയുടെ CT സ്കാനോ അല്ലെങ്കിൽ ചെസ്റ്റിൻ്റെ CT സ്കാനോ ഒന്നും പറയാറില്ല. കാരണം ചില സ്കാൻസിന് അതിൻ്റെ ആയിട്ടുള്ള റിസ്ക് ഉണ്ട്, റേഡിയേഷൻസ് ഉണ്ട്, കോസ്റ്റ് ഉണ്ട്, ഡിസ്കംഫർട്ട് ഉണ്ട്, എല്ലാവർക്കും ചെയ്യാൻ കഴിഞ്ഞെന്ന് വരില്ല. പിന്നെ ഹാർട്ടിൻ്റെ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എക്കോ കാർഡിയോഗ്രാമോ അല്ലെങ്കിൽ സ്ട്രെസ് ടെസ്റ്റോ, ഈ 2 ടെസ്റ്റും റുട്ടീനായിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ശരിക്കും ഫിസിക്കൽ എക്സാമിനേഷനോ ഹിസ്റ്ററിയോ പിന്നെ നമ്മുടെ റിസ്ക് ഫാക്ടേഴ്സോ അനുസരിച്ച് അത് ക്ലിയർ കട്ട് അതിനുള്ള ആവശ്യം പറയുകയാണെങ്കിൽ മാത്രം നമ്മൾ അത് ചെയ്യേണ്ട ആവശ്യമുള്ളൂ ഓൺ എ റുട്ടീൻ ബേസിസ്. പക്ഷേ ഔട്ട് ഓഫ് ഇൻട്രസ്റ്റ് ഒരു പീസ് ഓഫ് മൈൻഡിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ ചെയ്യാമെന്ന് മാത്രം. ഇപ്പോൾ പലപ്പോഴും സെഡൻഡറി ആയിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈലുള്ള ആളുകളാണ് നമ്മുടെ നാട്ടിൽ പലരും. തൊഴിൽപരമായി നോക്കുകയാണെങ്കിൽ ഓഫീസിലിരുന്ന് എല്ലാ ദിവസവും വ്യായാമക്കുറവ്, അതുപോലെ തന്നെ ഭക്ഷണം എന്ന് പറയുന്നത് പലപ്പോഴും വീട്ടിലെ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, പുറമേ നിന്ന് ഭക്ഷണം കഴിക്കുന്ന ആളുകൾ, കൃത്യമായ ഒരു ഭക്ഷണ നിയന്ത്രണം സാധിക്കാത്ത ആളുകൾ, പിന്നെ ഈ IT മേഖലയിൽ ഒരുപാട് ആളുകൾ എപ്പോഴും ആശുപത്രിയിൽ വന്നിട്ട് എന്നെ എൻ്റെ വിശദമായി എൻ്റെ ശരീരം മുഴുവൻ ഒന്ന് പരിശോധിച്ച് തരണം എന്ന് പറയാറുണ്ട്. അപ്പം ഇത്തരം കാര്യങ്ങൾ ഡോക്ടർ നേരത്തെ പറഞ്ഞ പോലെ അവരുമായിട്ടുള്ള ഒരു സംസാരത്തിലൂടെ അവരുടെ റിസ്ക് ഫാക്ടേഴ്സൊക്കെ ഒന്ന് അസസ് ചെയ്തിട്ടാണ് നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതിൽ ഈ ഡോക്ടർ പറഞ്ഞ പോലെ എക്കോ അല്ലെങ്കിൽ സ്ട്രെസ് ടെസ്റ്റുകൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സ്പെഷ്യലായിട്ടുള്ള ആവശ്യമുള്ള ഇൻവെസ്റ്റിഗേഷൻസൊക്കെ നമ്മൾ നിർദ്ദേശിക്കും. അതല്ലാതെ ഈ നമ്മുടെ ശീലങ്ങൾ കൊണ്ടുണ്ടാകുന്നത് ചിലപ്പോൾ ഡോക്ടർ ഇപ്പോൾ നേരത്തെ പറഞ്ഞു പുകവലി, അതുപോലെ തന്നെ മദ്യപാനം, അതുപോലെ തന്നെ മറ്റെന്തെങ്കിലുമൊക്കെ ദുരുപയോഗങ്ങൾ, പാസീവ് സ്മോക്കിംഗ് പോലും നമുക്കൊരു പക്ഷേ കാരണമാകാമെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അത്തരം കാര്യങ്ങൾ നമ്മൾ നേരത്തെ തന്നെ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? അത് നമ്മുടെ കരളിനെ ബാധിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ വൃക്കയെ ബാധിച്ചിട്ടുണ്ടോ? അത് എന്തൊക്കെ ടെസ്റ്റുകളാണെന്ന് നമ്മൾ കോമൺ ആയിട്ട് ചെയ്യുന്നത്? അതെ, ഈ പറഞ്ഞ മേഖലകളിലൊക്കെ റിസർച്ച് നടത്തിയിട്ടുണ്ട്. ഈ റിസർച്ച് വരും തോറും നമ്മുടെ നോളജ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഒരു സമയത്ത് പറയാറുണ്ട് നിങ്ങൾ 20 സിഗരറ്റ് 20 വർഷം വലിക്കുകയാണെങ്കിൽ നമ്മുടെ ലങ് ക്യാൻസറിൻ്റെ റിസ്ക് 20 ഇരട്ടി കൂടുന്നതാണ്. പക്ഷേ ഇപ്പോൾ നമുക്കറിയാം അതിനേക്കാളും എത്രയോ അധികമാണ് റിസ്ക് എന്നുള്ളത്. അപ്പോൾ നമുക്ക് സിഗരറ്റിൻ്റെ സ്മോക്കിങ്ങിനെ നമുക്ക് ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റും. നമ്മളതിൻ്റെ സയൻറ്റിഫിക് നമ്മുടെ മെഡിക്കൽ ഭാഷയിൽ പറയുമ്പോൾ നമ്മൾ പാക്ക് ഇയേഴ്സ് എന്ന് പറയും. അപ്പോൾ എത്ര പാക്ക് ഇയേഴ്സ് വലിച്ചിട്ടുണ്ട് അത്, പ്ലസ് നമ്മുടെ ഏജ്, നമ്മുടെ ജോലി, നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റി, നമ്മുടെ നേച്ചർ ഓഫ് സ്ട്രെസ് ഡേ ടു ഡേ ലൈഫിലുള്ളത്, പ്ലസ് നമ്മുടെ ജനറ്റിക് ബാക്ക്ഗ്രൗണ്ട്, നമ്മുടെ ഫാമിലി ഹിസ്റ്ററി, ഇതെല്ലാം കൂടി വെച്ചിട്ട് നമ്മളൊന്ന് അസസ് ചെയ്യുക. ഇതിന് ഇൻഫാക്റ്റ് ഇപ്പോൾ ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റാവുന്ന ഓട്ടോമേറ്റഡ് സ്കെയിൽസ് ഉണ്ട്. നമ്മൾ കമ്പ്യൂട്ടറിൽ നെറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിന് സ്കെയിൽസ് കിട്ടും. അതനുസരിച്ച് നമ്മൾ റിസ്ക് സ്ട്രാറ്റിഫൈ ചെയ്യുന്നുണ്ട്. അടുത്ത 10 വർഷത്തിൽ നമുക്ക് ഹാർട്ടിൻ്റെ അല്ലെങ്കിൽ ബ്രെയിനിൻ്റെ ഒരു സ്ട്രോക്കോ അല്ലെങ്കിൽ അറ്റാക്ക് ഉണ്ടാവാൻ ചാൻസ് 20% അധികമാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനുള്ള ഫുള്ളായിട്ടുള്ള പ്രിക്കോഷൻസ് സ്റ്റാർട്ട് ചെയ്യും, ഇൻക്ലൂഡിങ് സ്റ്റാർട്ടിങ് ഓഫ് സ്മോക്കിംഗ് സിസേഷൻ. അതേപോലെ തന്നെ മദ്യത്തിനും ഒരു സേഫ് ലിമിറ്റ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന് ഇന്ത്യൻസിന് 30 മില്ലി-ലിറ്ററിൻ്റെ 2-3 യൂണിറ്റ്സ് ആണ് അറ്റ് എ ടൈം കഴിക്കാവൂ. അതും ആഴ്ചയിൽ 2-3 പ്രാവശ്യമേ കഴിക്കാവൂ. ഇതിനപ്പുറം കഴിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആൽക്കഹോൾ ഡിപ്പെൻഡൻസിനോ അല്ലെങ്കിൽ ആൽക്കഹോൾ അഡിക്ഷനോ ഉള്ള ഫർദർ സ്ക്രീനിങ് ചെയ്യും. അതിൽ സ്ക്രീനിങ്ങിൽ പോസിറ്റീവായിട്ട് കാണുകയാണെങ്കിൽ നമ്മൾ ഫുള്ളായിട്ട് അതിനെ സൈക്കോളജിക്കൽ ആസ് വെൽ ആസ് ഫിസിക്കലി ഇവാലുവേറ്റ് ചെയ്യും.
ഈ ആവശ്യമുള്ള ടെസ്റ്റുകൾ എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും നമ്മൾ ഈ കേട്ട് പരിചയമുള്ള ഷുഗർ, കൊളസ്ട്രോള്, പിന്നെ അതുപോലെയുള്ള സാധാരണ ടെസ്റ്റുകളാണ്. അതല്ലാതെ കുറച്ച് റെയറായിട്ടുള്ള, എന്നാൽ അധികം ആർക്കും അറിയാത്ത, എന്നാൽ അത്യാവശ്യമുള്ള അങ്ങനത്തെ വല്ല ടെസ്റ്റുകളും ഉണ്ടോ? ഉണ്ട്. ഇന്നത്തെ കാലത്ത് ഞങ്ങൾ കണ്ടുവരുന്നത്, ഞങ്ങളുടെ എക്സ്പീരിയൻസിൽ കഴിഞ്ഞ ഒരു വർഷത്തെ ഡേറ്റ തന്നെ ഞങ്ങൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 200 പേർക്ക് ഞങ്ങൾ വിറ്റാമിൻ ഡി നോക്കിയിട്ടുണ്ട്. വിറ്റാമിൻ ഡി എന്തോ കാരണം കൊണ്ട് നമ്മുടെ ആൾക്കാരിൽ ലെവല് വളരെ കുറവാണ്. നോർമൽ ലെവല് 30-ന്റെ മേലെ പറയാം. അധികം ആൾക്കാർക്കും 20-ന് താഴെ കാണാറുള്ളൂ. അതിലും മെജോറിറ്റി ആൾക്കാർക്ക് 10 അല്ലെങ്കിൽ അതിനേക്കാളും കുറവാണ് കാണാറ്. ഈ വിറ്റാമിൻ ഡി ബോഡിയിൽ കുറയാണെന്നുണ്ടെങ്കിൽ പിന്നീട് പോയിട്ട് കാൽസ്യം കുറയണ കാരണം എല്ലുകൾക്ക് വീക്ക്നെസ് വന്നു വരാം. അപ്പോൾ ഇതിന് മെയിനായിട്ട് ഇംപ്ലിക്കേഷൻ വരുന്നത് ലേഡീസിനാണ്. ഒരു 50 വയസ്സ് പ്രായം കഴിഞ്ഞാൽ, മെനോപോസൊക്കെ വന്നു കഴിഞ്ഞാൽ, ഒരു 60-70 വയസ്സൊക്കെ ആകുമ്പോൾ ഫ്രാക്ചേഴ്സിന് ചാൻസ് വളരെ അധികം കൂടും. പ്രോബബ്ലി ആ ഫ്രാക്ചേഴ്സിൻ്റെ ഫൗണ്ടേഷൻ ഈ 50-ാം വയസ്സിന് മുന്നെയാണ് ഉണ്ടാവുന്നത്. ആ ബോൺസ് സ്ട്രോങ് ആയിട്ട് ഇരിക്കേണ്ട സമയത്ത് നമ്മൾ വിറ്റാമിൻ ഡി സപ്ലിമെൻറ്റേഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നീട് പോയിട്ട് ഈ ബോൺസ് വീക്കായിട്ട് ഒരു ഫ്രാക്ചർ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ ചെക്കപ്പ് ചെയ്യുമ്പോൾ ഈ വിറ്റാമിൻ ഡിയുടെ കോസ്റ്റ് ലാഭിക്കാനായിട്ട് നമ്മൾ പാക്കേജിൽ ഇൻക്ലൂഡ് ചെയ്യില്ല. അല്ലെങ്കിൽ നല്ല ഹൈ റിസ്ക് ഫാക്ടർ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ സജസ്റ്റ് ചെയ്യുള്ളൂ. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ അതൊരു പാക്കേജിൻ്റെ ഭാഗമായിട്ട് വേണമെന്നാണ്. കാരണം അത് 100% പ്രിവെൻറ്റബിൾ പ്രോബ്ലമാണ്. അപ്പോൾ നമ്മൾ 100 പേരെ ഇത് സ്ക്രീൻ ചെയ്തിട്ട് അതിൽ 10 പേർക്ക് വിറ്റാമിൻ ഡി നല്ല കുറവായിട്ട് കണ്ട അവർ സപ്ലിമെൻറ്റ് ചെയ്തിട്ട് 2 ഫ്രാക്ചേഴ്സ് കുറയ്ക്കുകയാണെങ്കിലും ആ 2 പേർക്ക് ആ ഫ്രാക്ചർ കാരണമുള്ള 3-4 മാസത്തെ ബെഡ് റിഡൻ സ്റ്റേറ്റ് ഒഴിവാക്കാൻ പറ്റും. അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടും അതിൻ്റെ മെഡിക്കൽ കോസ്റ്റും അതെല്ലാം ഒഴിവാക്കാൻ പറ്റും. സ്ട്രെസ്സ്, ആങ്സൈറ്റി എല്ലാം ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ അതൊരു ഉദാഹരണമാണ്. രണ്ടാമത്തത് എനിക്ക് തോന്നുന്നത്, നമ്മൾ ഷുഗർ എന്ന് പറയുമ്പോൾ ഷുഗർ കൂടി തുടങ്ങുന്ന സ്റ്റേറ്റിൽ നമ്മൾ ഡിറ്റക്ട് ചെയ്യുള്ളൂ. പക്ഷേ വാസ്തവത്തിൽ അത് നമുക്ക് കുറേ നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റും. അതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ് അസസ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒരു ടെസ്റ്റ് ഫാസ്റ്റിംഗ് ഇൻസുലിൻ ലെവലാണ്. അപ്പോൾ ഇന്ന് ഞാൻ പറയുന്ന കാര്യങ്ങൾ 5 വർഷം കഴിഞ്ഞിട്ട് ചിലപ്പോൾ മാറ്റി പറഞ്ഞെന്ന് വരാം. കാരണം അത് മെഡിക്കൽ സയൻസിൻ്റെ പുതിയ റിസർച്ച് വരുന്നതനുസരിച്ചുള്ള ചേഞ്ചാണ്. വി ഹാവ് ടു കീപ്പ് അപ്പ് അപ്ഡേറ്റഡ്. പക്ഷേ ഇപ്പോഴത്തെ സ്റ്റേറ്റിൽ ഇതെൻ്റെ ഒരു റെക്കമെൻഡേഷനാണ്. ഒരുവിധം എക്സസൈസ് ഇല്ലാത്ത ആൾക്കാർ, ഫുഡ് ജങ്കായിട്ട് ഓവറായിട്ട് കഴിക്കുന്ന ആൾക്കാർ, സമയം തെറ്റി കഴിക്കുന്ന ആൾക്കാർ, ഫാമിലിയിൽ സ്ട്രോങ് ഹിസ്റ്ററി ഡയബറ്റീസിൻ്റെ ഉള്ള ആൾക്കാർ, അവരൊക്കെ ശരിക്കും ഒരു ഫാസ്റ്റിംഗ് ഇൻസുലിൻ ചെയ്താലും നമുക്കൊരു ഐഡിയ കിട്ടും. ഫാസ്റ്റിംഗ് ഇൻസുലിനും നമ്മുടെ ബോഡി വെയിറ്റും അപ്പോഴത്തെ ഷുഗർ ലെവലൊക്കെ വെച്ചിട്ട് ഒരു കാൽക്കുലേഷൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡയബറ്റീസിൻ്റെ റിസ്ക് ഫാക്ടർ അസസ് ചെയ്യാൻ പറ്റും. ഇഫ് ദർ ഇസ് ഹെൽത്ത് ദർ ഇസ് ഹോപ്പ്, ആൻഡ് ഇഫ് ദർ ഇസ് ഹോപ്പ് ദർ ഇസ് എവറിത്തിങ് എന്ന് പറയാറുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഹെൽത്ത് ഈസ് വെൽത്ത് എന്ന് പറയാം. ഹെൽത്ത് ചെക്കപ്പിൻ്റെ മറ്റു വിശദാംശങ്ങൾ കൂടി നമുക്ക് കാണാം. പ്രിവെൻറ്റീവായിട്ടുള്ള പരിശോധനാ മാർഗങ്ങൾ നടന്നതിന് ശേഷം പിന്നീട് ഈ ഹെൽത്ത് ചെക്കപ്പിൽ പങ്കെടുത്ത വ്യക്തി ഒരു ഡോക്ടറെ അടുത്ത് വീണ്ടും എത്തുന്നു. ഡോക്ടർ ചികിത്സ അല്ലെങ്കിൽ പ്രതിരോധ മാർഗങ്ങൾ നിർദ്ദേശിക്കുന്നു. നമ്മളോട് സംസാരിക്കുന്നത് കൺസൾട്ടൻറ്റ് എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടർ നസീർ അലിയാണ്. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ ഒരു ഡയബറ്റോളജിസ്റ്റ് കൂടിയാണ്. ലൈക്ക് എൻഡോക്രൈനോളജിസ്റ്റ് എന്ന് പറയുമ്പോൾ പലപ്പോഴും ആളുകൾക്ക് സംശയം തോന്നും, എല്ലാ ആശുപത്രിയിലും എൻഡോക്രൈനോളജിസ്റ്റുകളില്ല. ഒരു എൻഡോക്രൈനോളജിസ്റ്റിൻ്റെ ധർമ്മം ഇത്തരം സാഹചര്യങ്ങൾ എങ്ങനെയാണെന്ന് നമുക്ക് പറഞ്ഞു തുടങ്ങാം. ഈ റുട്ടീനായിട്ടുള്ള ഹെൽത്ത് ചെക്കപ്പ് എന്ന് പറയുമ്പോൾ അതിൽ മെയിനായിട്ട് വരുന്നൊരു പാർട്ടാണ് ലൈഫ് സ്റ്റൈൽ ഡിസീസസ്. ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറയുമ്പോൾ ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, ഡിസ്ലൈപ്പിഡീമിയ, അത് കൊളസ്ട്രോള്, ഈ ഇത്തരം ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഇത് ഇപ്പോൾ കണ്ടുവരുന്നത് ഒരുപാട് ഇതിൻ്റെയൊക്കെ വ്യാപ്തി, അതായത് അഫക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെ നമ്പർ ഭയങ്കരമായിട്ട് കൂടുതലാണ്. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ വന്നിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്, ഡയബറ്റീസുകാരുടെ എണ്ണം ഒരുപാട് കൂടി. മാത്രമല്ല പണ്ട് പറഞ്ഞിരുന്ന ടൈപ്പ് 2 ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ മുമ്പൊക്കെ പറയാം 40 വയസ്സിൻ്റെ മേലെ വരുന്ന ഡയബറ്റീസ് ടൈപ്പ് 2, അതിൻ്റെ മുമ്പ് താഴെ വരുന്ന ഡയബറ്റീസ് ടൈപ്പ് 1 എന്നൊക്കെയാണ് പറയാം. ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ വളരെ യങ്ങർ ഏജിൽ ടീൻസിൽ, അതായത് പെരി പ്യൂബർട്ടൽ ഏജ് ഗ്രൂപ്പിൽ കുട്ടികൾക്ക് പോലും ടൈപ്പ് 2 ഡയബറ്റീസ് തന്നെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഹെൽത്ത് ചെക്കപ്പിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ഒന്ന് ഒരുപാട് ഈ ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷനും കൊളസ്ട്രോളൊക്കെ നേരത്തെ തന്നെ കണ്ടുപിടിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തത് ഇത് ഒരിക്കൽ നമ്മൾ ഡിറ്റക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അത് ഓൾറെഡി ഡയബറ്റീസ് ആയിട്ടുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷനൊക്കെ ഉള്ള ആൾക്കാർക്കും മെഡിക്കേഷൻസ് എടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കും
അതിൻ്റെ കൺട്രോൾ എങ്ങനെയാണ് എന്നുള്ളത് പീരിയോഡിക്കായിട്ട് ചെക്കപ്പ് ചെയ്യുക. പിന്നെ ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ്, ഡയബറ്റീസിൻ്റെ ഏറ്റവും വലിയ പ്രോബ്ലം തന്നെ അതിൻ്റെ ലോങ് ടേം കോംപ്ലിക്കേഷൻസ് ആണ്. ഏർലി ഫേസിലുണ്ടാവുക, അതായത് ഒരു അക്യൂട്ടായിട്ട് പെട്ടെന്ന് ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് ഉണ്ട്. വെരി ലോ ബ്ലഡ് ഷുഗേഴ്സ്, ഒത്തിരി ഷുഗർ കുറഞ്ഞു പോവുക, ഹൈപ്പോഗ്ലൈസീമിയയ്ക്ക് പോവുക, അല്ലെങ്കിൽ വെരി ഹൈ ബ്ലഡ് ഷുഗേഴ്സ്, ഒത്തിരി ഷുഗർ കൂടിയിട്ട് ഒരുപാട് പ്രോബ്ലംസൊക്കെ വരാം. അതല്ലാതെ ലോങ് സ്റ്റാൻഡിങ് ഒരുപാട് വർഷങ്ങൾ കഴിയുമ്പോൾ ഡയബറ്റീസിൻ്റെ ക്രോണിക് കോംപ്ലിക്കേഷൻസ് വരിക. അത് ഡ്രഡഡ് അപകടമുള്ള ഒരുപാട് ബുദ്ധിമുട്ടുള്ള പ്രശ്നങ്ങളാണ് അത് കൂടുതലും വരാറ്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് തന്നെ കിഡ്നി അഫെക്ഷൻ, കണ്ണിൽ വരുന്ന പ്രോബ്ലംസ്, പിന്നെ ഈ ന്യൂറോപ്പതി എന്ന് പറയുമ്പോൾ ഈ നരമ്പുകളെ ബാധിച്ചിട്ട് ക്രോണിക് ന്യൂറോപ്പതി വന്നിട്ട് അത് അങ്ങനെ വരുന്ന പ്രോബ്ലംസ്. പിന്നെ വാസ്കുലാർ, വേറെ മാക്രോ വാസ്കുലാർ കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അതായത് ഹൃദയങ്ങളിലോ ബ്രെയിനിലോ ഈ എക്സ്ട്രീമിറ്റി, അതായത് കാലിലോ ഒക്കെ വന്നിട്ടുള്ള മറ്റേ രക്തക്കുഴലുകൾ മെല്ലെ മെല്ലെ അടഞ്ഞു പോയിട്ടും ഇങ്ങനെ പല പ്രശ്നങ്ങളും വരിക. അത് ഭാവിയിൽ കിഡ്നി ഫെയിലിയർക്ക് നയിക്കുക, അങ്ങനെ ഡയാലിസിസ് പോലുള്ള ഇതിലേക്ക് പോവുക, കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ട അവസ്ഥയിലേക്ക് പോവുക. കണ്ണുകൾ കുറേ കാലം കൊണ്ട് ഈ റെറ്റിനോപ്പതി വന്നിട്ട് ബ്ലൈൻഡായി മാറുക. അതേപോലെ കാലുകൾ മുറിച്ച് മാറ്റേണ്ടി വരിക. പിന്നെ ഈ ഹാർട്ട് ഡിസീസും ഒക്കെ കൂടി വന്നിട്ട് അത് പിന്നീട് മറ്റേ കൊറോണറി ഹാർട്ട് ഡിസീസ്, അതിൻ്റെ ഫ്യൂച്ചറിലുള്ള പ്രോബ്ലംസ് ആയിട്ട് വരിക. ഇതൊക്കെയാണ് ഡയബറ്റീസിൻ്റെ ക്രോണിക് കോംപ്ലിക്കേഷൻസ്. അപ്പോൾ ഇതൊക്കെ പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളതും കൂടിയാണ് ഡയബറ്റീസ് ചെക്കപ്പിൻ്റെയും അതിൻ്റെ പീരിയോഡിക് ചെക്കപ്പിൻ്റെ ഫോളോ അപ്പിൻ്റെയും ഏറ്റവും പ്രധാനമായിട്ടുള്ള എയിം. ഡോക്ടർ, മറ്റൊരു കാര്യം, ഇപ്പം ഒരു എൻഡോക്രോളജിസ്റ്റ് അതല്ലെങ്കിൽ ഒരു ജനറൽ ഫിസിഷ്യൻ ഇത്തരമൊരു ഹെൽത്ത് ചെക്കപ്പിന് ശേഷം പ്രതിരോധത്തിൻ്റെ മാർഗത്തിലേക്ക് തിരിച്ചു വിടുന്ന ഒരു രോഗിയുടെ സാധാരണയിൽ കവിഞ്ഞുള്ള മറ്റ് ചില വിശദമായ പരിശോധനകൾ കൂടി നടത്താറുണ്ട്. ഉദാഹരണത്തിന് ഒരു എൻഡോക്രൈനോളജിസ്റ്റ് ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ അന്തർസ്രാവ്യ ഗ്രന്ഥിയുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ ഉണ്ടോ എന്നറിയാനുള്ള മറ്റ് ടെസ്റ്റുകൾ. അങ്ങനെയുള്ള എൻഡോക്രൈനോളജിക്കലായിട്ടുള്ള ടെസ്റ്റുകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അത്തരം പരിശോധനകൾ എന്തൊക്കെയാണ്? ഇപ്പോൾ ചുരുക്കം ചിലപ്പോൾ സെക്കൻഡറി ഡയബറ്റീസ്, സെക്കൻഡറി ഹൈപ്പർ ടെൻഷൻ എന്നൊക്കെ പറഞ്ഞ് ചില എൻഡോക്രൈൻ ഗ്രന്ഥികളുടെ ചില അസുഖങ്ങളുടെ ഭാഗമായിട്ട് വരുന്ന ഡയബറ്റീസോ ഹൈപ്പർ ടെൻഷനോ വരാറുണ്ട്. ചുരുക്കം കുഷിംഗ് സിൻഡ്രോം, അക്രോമെഗാലി എന്നൊക്കെ പറഞ്ഞ കുറേ അസുഖങ്ങളുണ്ട്. ഇത് പക്ഷേ നമ്മളൊരു റുട്ടീൻ ഹെൽത്ത് ചെക്കപ്പിൻ്റെ പാർട്ടായിട്ട് വരുന്നേ ഇല്ല. അതുമായിട്ട് ബന്ധമില്ല. അത് വളരെ ചുരുക്കമാണ്, വളരെ ചെറിയൊരു ശതമാനം നമ്മൾ കാണാറുള്ളൂ. പിന്നെ എല്ലാ വർഷവും യൂറിനിൽ പ്രോട്ടീൻ എക്സ്ക്രീഷൻ എങ്ങനെയുണ്ട് എന്നുള്ളത് അറിയാൻ, ഈ മൂത്രത്തിൽ പ്രോട്ടീൻ കൂടി വരിക എന്നുള്ളത് കിഡ്നിക്ക് ഫ്യൂച്ചറിൽ ഡയബറ്റീസ് ബാധിക്കുക എന്നുള്ളതിൻ്റെ ഒരു പ്രീ റണ്ടർ ആവാം. അതങ്ങനെ ഉണ്ടെങ്കിൽ അത് പ്രിവെൻറ്റ് ചെയ്യാനും ഷുഗർ കൺട്രോളും ഹൈപ്പർ ടെൻഷൻ കൺട്രോളും ഒന്നുകൂടി അഗ്രസീവ് ആവാനും ഒക്കെ ഒന്ന് ശ്രമിക്കേണ്ടി വരും. അതേപോലെ എല്ലാ വർഷവും കണ്ണിൻ്റെ റെറ്റിന ഒരു മരുന്നിട്ടിച്ച് ഡൈലേറ്റ് ചെയ്തിട്ട് റെറ്റിന, അത് ഒഫ്താൽമോളജിസ്റ്റാണ് നോക്കുക. അതൊക്കെ ഈ പ്രിവെൻറ്റീവ് ചെക്കപ്പിൻ്റെ പാർട്ടായിട്ട് ചെയ്യുന്നതാണ്. മരണത്തിലേക്കുള്ള ഏറ്റവും സാവധാനത്തിലുള്ളതും ദൈർഘ്യമേറിയതുമായ പാതയാണ് ആരോഗ്യം. ആരോഗ്യ സംരക്ഷണത്തിനായുള്ള നമ്മുടെ പ്രവർത്തനങ്ങൾ തുടരാം. സ്റ്റെതസ്കോപ്പിൽ വീണ്ടും കാണാം.